നാളെ കോട്ടയം റവന്യൂ ജില്ലാ കായികമേള നടക്കുന്ന പാലാ സിന്തറ്റിക് ട്രാക്കിന്റെ നവീകരണം നടപ്പായില്ല. തകർന്ന ട്രാക്കിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളുടെ ഫലത്തിൽ ആശങ്കയിലാണ് കായിക താരങ്ങളും പരിശീലകരും. സർക്കാർ പണം അനുവദിച്ചെങ്കിലും മഴ കാരണം നിർമ്മാണ ജോലികൾ നടക്കാത്തതാണ് തിരിച്ചടിയായത്. കൗമാര താരങ്ങൾ കോട്ടയം ജില്ലാ സ്കൂൾ കായികമേളയിൽ ഇറങ്ങുന്ന ട്രാക്കിന്റെ അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിയാത്ത ഒരു സ്ഥലം പോലുമില്ല. ഈ ട്രാക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പരിക്ക് സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ച് ഈ 100 മീറ്ററിന്റെ ഫിനിഷ് ഈ പോയിന്റുകൾ ഇവിടെയാണ്, ഈ ഏരിയയിലാണ് കൂടുതലായിട്ട് സിന്തറ്റിക് ട്രാക്ക് നമുക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും സിന്തറ്റിക് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവർ ഓടുമ്പോൾ പലപ്പോഴും കാല് തട്ടി വീഴാനും അതുപോലെ അവർക്ക് സ്പീഡിൽ നല്ല ഐസൊലേറ്റ് ചെയ്ത് ഓടാനും ഒക്കെ കഴിയാതെ വരുന്നുണ്ട്. സ്റ്റേഡിയം പുനർനിർമ്മാണത്തിൽ വേഗത വേണമെന്ന് കായിക സംഘടനകൾ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭയുടെ വീഴ്ച ആരോപിച്ച് കോൺഗ്രസ് സ്റ്റേഡിയത്തിൽ പ്രതിഷേധിച്ചു. കായിക മേഖലയെ അപമാനിച്ചുകൊണ്ട്, പാലായുടെ കായിക വികാരത്തെ തടവക്കടിച്ചുകൊണ്ട് നഗരസഭ ഭരിക്കുന്ന നഗരസഭാ അധികൃതർ അനാസ്ഥ കാണിക്കുമ്പോൾ ഈ കായിക മേഖലയുടെ പ്രതിബദ്ധതയുള്ള കായിക പ്രേമികൾക്കും നാടിനെ സ്നേഹിക്കുന്നവർക്കും അത് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത്. ട്രാക്ക് നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ 7 കോടി രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനി നിർമ്മാണ കരാർ ഏറ്റെടുത്തു. നിലവിൽ തകർന്ന സിന്തറ്റിക് ട്രാക്ക് പൂർണ്ണമായും നീക്കിയ ശേഷം പുതിയത് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. മഴ മൂലമാണ് പണികൾ തടസ്സപ്പെട്ടതെന്നും കായികമേളയ്ക്ക് ശേഷം പണികൾ പുനരാരംഭിക്കുമെന്നും ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു. മീഡിയ 1.